ഖനന അഴിമതിയിൽ അഖിലേഷിന്റെ മൊഴിയെടുക്കാൻ സിബിഐ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകി. സമൻസ് മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടാണ്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ അന്വേഷണ സംഘം വിളിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. എന്താണ് നടപടിക്രമങ്ങൾ? അഖിലേഷിന്റെ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അഖിലേഷ് യാദവിനോട് ഹാജരാകാൻ സിബിഐ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സാക്ഷിയായാണ് അഖിലേഷിനെ വിളിപ്പിച്ചിരിക്കുന്നത്. മൊഴിയെടുക്കുക എന്നാണ് ഉദ്ദേശമെന്നാണ് ഇപ്പോൾ സിബിഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അഖിലേഷ് യാദവിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു നീക്കം സിബിഐയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അഖിലേഷ് യാദവും അക്കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ കേസിൽ 2019 മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്കൊരു കത്ത് നൽകിയിരുന്നു. അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു സിബിഐയുടെ നീക്കം. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പായിരിക്കുന്നു. വീണ്ടും ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിബിഐ ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ നീക്കം എന്നാണ് അഖിലേഷ് യാദവ് ഏതായാലും വ്യക്തമാക്കുന്നത്. 2012 മുതൽ 17 വരെയായിരുന്നു അഖിലേഷ് യാദവ് UP ഭരിച്ചിരുന്നത്. അക്കാലയളവിൽ നടന്ന ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ അലഹാബാദ് ഹൈക്കോടതി കേസുമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ സിബിഐക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയാണ് സിബിഐ 2019 ഈ കേസ് എടുക്കുന്നത്. അതായത് 2013 മുതൽ 16 വരെയുള്ള കാലയളവിൽ നടന്ന ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സിബിഐ ഈ അന്വേഷണം നടത്തുന്നത്. അന്ന് പാട്ടം നൽകിയതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ലൈസൻസ് പുതുക്കി നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടമുണ്ടായി. ഒപ്പം തന്നെ ഖനന വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി പ്രജാപതി വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി എന്ന ആരോപണം നേരിടുകയും ചെയ്യുന്നുണ്ട്. ഗായത്രി പ്രജാപതി വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി, സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്നാണ് സിബിഐ ആരോപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ ആദ്യഘട്ടത്തിൽ 2012 മുതൽ 13 വരെയുള്ള കാലയളവിൽ ഈ ഖനന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി കൂടിയായിരുന്ന അഖിലേഷ് യാദവ് ആയിരുന്നു. അതിനുശേഷമാണ് ഗായത്രി പ്രജാപതി ഈ ചുമതലയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മൊഴിയെടുക്കാനായി അഖിലേഷിനെ വിളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് സിബിഐ പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി ഇത് രാഷ്ട്രീയ നീക്കമെന്ന് തന്നെയാണ് ആരോപിക്കുന്നത്. കാരണം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് അവിടെ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്. മാത്രവുമല്ല, സമീപ നാളുകളിൽ കൂടുതൽ പ്രതിപക്ഷ നേതാക്കളെ പല കേസുകളിൽ ചോദ്യം ചെയ്യാനായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിളിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ 7 തവണ ചോദ്യം ചെയ്തു. പിന്നീട് ഇപ്പോൾ കോടതി ആ കേസിൽ ED തന്നെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ നിലവിൽ ED അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സമീപനം തുടരുന്നു. അതാണിപ്പോൾ UPയിലും കാണുന്ന ആരോപണമാണ് ഏതായാലും സമാജ്വാദി പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. രേണുക, ശരി. രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.